ഐഡിയസ് ഇന്ന് ഒരു കുഞ്ഞി അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാവേ. ഫസ്റ്റ് വൺ അതുപോലത്തെ ഒരു സ്കാൽപ്പ് മസാജറാണ് കേട്ടോ. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. സ്മൂത്താണ് കേട്ടോ. ഇതിൻ്റെ ടിപ്സൊക്കെ നോക്കി നല്ല സ്മൂത്ത് ആയിട്ടുള്ളതാണ്. നമുക്കിങ്ങനെ സ്കാൽപ്പ് മസാജ് ചെയ്യാനായിട്ട് ഉള്ളതാണ് കേട്ടോ. ഇപ്പം എന്താ പറയുക, നമ്മൾ സ്കാൽപ്പ് ഇങ്ങനെ വെറുതെ മസാജ് ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതുകൊണ്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളിങ്ങനെ ഹെയർ മാസ്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുള്ളൂ. അപ്പം ഇത് വെച്ചിട്ടൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ അത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പോൾ നനഞ്ഞ മുടി അങ്ങനെ കോമ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം ഇങ്ങനത്തെ ആകുമ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമുക്കിത് അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ലതാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഇത് വെച്ച് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീലാണ്. ഇത് എൻ്റെ കയ്യിൽ ഇതിന് മുന്നേ ഒന്നും ഉണ്ടായി, അത് ഇപ്പം കാണുന്നില്ല. അപ്പോൾ ഞാനിത് പുതിയതായിട്ടൊന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ വേറെ നല്ലൊരു കളറായിരുന്നു. കളറും കുഴപ്പമില്ല അല്ലേ. ഇതാണ് ഫസ്റ്റ് വൺ. പിന്നെ നെക്സ്റ്റ് വൺ ഒരു കുഞ്ഞി പെർഫ്യൂമാണ്. ഇതെല്ലാവർക്കും അറിയായിരിക്കും. പ്ലമ്മിൻ്റെ വാനില വൈബ്സ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ. എന്താണ് പറയുക, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. കണ്ടോ, നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു വാനിലയുടെ സ്മെല്ല്. അത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്തൊരു പെർഫ്യൂമാണ് കേട്ടോ. ബേസിക്കലി ഞാനൊരു പെർഫ്യൂം ലവർ അല്ല. എനിക്കങ്ങനെ എല്ലാ പെർഫ്യൂമിൻ്റെ ഒന്നും സ്മെല്ല് പറ്റില്ല കേട്ടോ. എനിക്കിങ്ങനെ നല്ല മൈൽഡ് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള സ്മെൽസ് ഉള്ള അങ്ങനത്തെ പെർഫ്യൂംസ് ഒക്കെയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ അങ്ങനത്തെ നോക്കിയിട്ടാണ് വാങ്ങിക്കുക. എൻ്റെ കയ്യിൽ ഒരുപാട് പെർഫ്യൂമിൻ്റെ കളക്ഷനൊന്നുമില്ല, 2-3 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പം ഇത് എനിക്ക് ഇഷ്ടമുള്ളൊരു പെർഫ്യൂമാണ്, നല്ല ലൈറ്റ് ആയിട്ടുള്ള. അപ്പം അതുപോലെ തന്നെ എന്നെ പോലെ തന്നെ ഭയങ്കര കുത്തുന്ന സ്മെല്ലുള്ള പെർഫ്യൂംസ് ഒന്നും ആർക്കും ഇഷ്ടമില്ല. ഇതുപോലത്തെ ലൈറ്റ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ട്രാവൽ സൈസ് ആണ് കേട്ടോ. ഇതിൻ്റെ വലിയ ബോട്ടിൽസും അവൈലബിൾ ആണ്. ഇത് ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്താണ് നമുക്കിത് കൊണ്ടുപോകാമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിക്കാറ്. ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ ഉണ്ടാവും. കാരണം നമ്മുടെ അടുത്ത് എന്തായാലും ഒരു 2-3 പെർഫ്യൂംസ് ഒക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ്. അടുത്തത് നമുക്ക് ഫ്രീ കിട്ടിയിട്ടുള്ള 2 ഐറ്റംസ് ആണ്. ഇത് ഞാൻ എപ്പോഴും ഫ്രീ ബീസിൽ കിട്ടുമ്പോൾ ഫ്രീ ബീസിൽ ഉണ്ടാവുമ്പം സെലക്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ. നമുക്ക് ഫ്രീ ബീസിൽ ഒരു 5-6 പ്രോഡക്റ്റ് ഉണ്ടാവും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അങ്ങനെയാണ്. പ്ലമ്മിൽ നിന്ന് വാങ്ങിക്കുന്നവർക്ക് അറിയായിരിക്കും. ഫസ്റ്റ് വൺ പ്ലമ്മിൻ്റെ വാനില ആൻഡ് കാരമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ് കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് സൂപ്പറായിട്ടുള്ള സ്മെല്ലാണ്. കുറേ സമയം ലോങ് ലാസ്റ്റ് ചെയ്ത് നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്മെല്ല് കുറേ നേരത്തേക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. നല്ലതാണ്. പിന്നെ ഇതും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഗുഡ് വൈബ്സിൻ്റെ എക്സ്ഫോലിയേറ്റിംഗ് ബോഡി സ്ക്രബ് ആണ് കേട്ടോ. ബോഡി ആക്നീസ് ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിലും കാലിലൊക്കെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ ഉണ്ടാവുമല്ലോ നമ്മുടെ പുറത്തും അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ലതാണ്. വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി ആക്നയ്ക്ക് ഒരുപാട് വ്യത്യാസം വരും. അപ്പം ഇത് 2 എണ്ണമാണ് നമുക്ക് ഇട്ടേക്കുന്ന ഫ്രീ പീസ്. പിന്നെ അടുത്തത് ഞാൻ വാങ്ങിച്ചേക്കുന്നത് സ്ട്രീക്സിൻ്റെ ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. കണ്ടോ, ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ മാസ്ക് ആണ്. അപ്പം ഇതും ഞാൻ ഇതിനു മുന്നേ യൂസ് ചെയ്തിട്ടുള്ളതാണ്. നല്ല എന്താണ് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ ഡാൻഡ്രഫിൻ്റെ കാര്യത്തിൽ. നല്ലതാണ്. നമ്മളൊരു വീക്ക്ലി വൺസ് എങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നല്ല ഡാൻഡ്രഫ് ഉള്ളവർ വീക്ക്ലി ഒരു 2 ടൈംസ് എങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അതങ്ങ് എന്താണ് ഡാൻഡ്രഫ് ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഞാനിത് വീക്ക്ലി വൺസ് ആണ് യൂസ് ചെയ്യുക. ഇത് ഇത്രയുണ്ട്. ഒരു കുറച്ച് വലിയ ബോട്ടിലാണ്. നമുക്ക് കുറച്ചധികം നാൾ യൂസ് ചെയ്യാനായിട്ടുണ്ടാവും കേട്ടോ. ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു സോപ്പിൻ്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര കുത്തുന്ന സ്മെല്ലല്ല, എന്നാൽ തീരെ ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ലും അല്ല. ഒരു സോപ്പിൻ്റെ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ലാണ്. ആൻറ്റി ഡാൻഡ്രഫ് മാസ്ക് ആണ്, എൻറിച്ച്ഡ് വിത്ത് ടീ ട്രീ ഓയിൽ. എന്താണ്, സ്കാൽപ്പ് ക്ലീൻ ആൻഡ് ഹെൽത്തി ആക്കി വെക്കും എന്നാണ് കേട്ടോ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സ്ട്രീക്സ് എന്ന് പറയുന്ന നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. ഇതിൻ്റെ കുറേ പ്രോഡക്ട്സ് ഉണ്ട്, അതായത് ഹെയർ കെയർ പ്രോഡക്ട്സ് എല്ലാം നല്ല റിസൾട്ട് തരുന്ന പ്രോഡക്ട്സ് ആണ് കേട്ടോ. അധികം സലൂൺസിലൊക്കെ സ്ട്രീക്സിൻ്റെ പ്രോഡക്ട്സ് ആണ് അധികം അവർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പം ഇതും നല്ല, ഇപ്പോൾ ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ് കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കൂ.
അപ്പൊ ഞാൻ ഇന്ന് കാണിച്ചിരിക്കുന്ന പ്രോഡക്ട്സിന്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തേക്കാം. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ.